ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിനായി മാതാപിതാക്കളായ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ബെനഡിക്റ്റ് പ്രയർ. ഇന്ന് 118-ാം ദിനം. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ അസ്തമിക്കാത്ത സ്നേഹത്തെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വചനങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ കൃപ നിറയുവാൻ, ഇന്ന് മക്കൾ പലവിധ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സ്നേഹം പങ്കിടുവാനോ സ്നേഹം എന്താണെന്നോ അറിയത്തില്ലാത്ത മക്കൾ, മാതാപിതാക്കളെ നമ്മൾ പല കാര്യങ്ങളിലും അവരെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും സ്വീകരിക്കുവാനോ ചെറിയ ചെറിയ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാതെ, കൂടപ്പിറപ്പുകളോടോ സഹപ്രവർത്തകരോടോ അവരായിരിക്കുന്ന അവസ്ഥയിലോ മക്കൾക്ക് സ്നേഹിക്കാൻ പറ്റാതെ വലിയ ധിക്കാരത്തിലേക്ക്, ഏതെങ്കിലും ഒരു കാര്യത്തിന് ഫംഗ്ഷനോ എന്തെങ്കിലും കാര്യങ്ങൾ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ കോപത്തിലേക്ക്, എടുത്തുചാട്ടത്തിലേക്ക് മാറിപ്പോകുന്ന മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. ആ കുഞ്ഞുങ്ങളെ നമുക്ക് സമർപ്പിക്കാം. വലിയൊരു മാറ്റം സംഭവിക്കണം. ഓരോ പ്രഭാതത്തിലും പുതിയതാണ് കർത്താവിൻ്റെ സ്നേഹമെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളിലേക്ക് ആ പുതു ചൈതന്യം, പുതു സ്നേഹം നിറഞ്ഞുകൊണ്ട് പുതിയ സൃഷ്ടികളായി തീരുവാൻ, അവരായിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവർക്ക് സ്നേഹം പങ്കിടുവാൻ, എതിർപ്പിൻ്റെയോ മറുതലിപ്പിൻ്റെയോ ധിക്കാരത്തിൻ്റെയോ മനോഭാവമല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും, മാതാപിതാക്കളോടും സമൂഹത്തോടും എല്ലാം ഒരു കരുതലിൻ്റെ മനോഭാവം നിറഞ്ഞുകൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കുവാൻ നമുക്കവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിലാപങ്ങൾ 3:22-23. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥകളെയും അവരുടെ മാനസിക ശാരീരിക തലങ്ങളെയും സമർപ്പിക്കുന്നു. ധിക്കാരത്തിൻ്റെയോ എതിർപ്പിൻ്റെയോ മറ്റുള്ളവരുടെ സ്നേഹം പങ്കിടുവാൻ പറ്റാത്തതിൻ്റെയോ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഈശോയെ അവിടുത്തെ സ്നേഹത്താൽ, അസ്തമിക്കാത്ത സ്നേഹത്താൽ മക്കളെ വലയം ചെയ്യുകയും എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ കോപത്തിൻ്റെയും എടുത്തുചാട്ടത്തിൻ്റെയും മനോഭാവത്തിൽ നിന്നും അവരെ വിശുദ്ധീകരിക്കുകയും വിമോചനം നൽകുകയും ചെയ്യണമേ. ദൈവസ്നേഹത്താൽ നിറഞ്ഞ കുഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കുകയും സ്നേഹം പങ്കിടുകയും ചെയ്തുകൊണ്ട് നല്ല വ്യക്തിത്വത്തിൻ്റെയും കൃപയുടെയും ഉടമകളായി തീരട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.